ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ടോ? ഓക്കെ, പേരെന്താണ്? വാച്ച് MT8 Ultra ആണുള്ള ഈ ഒരു മോഡലിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രതീക്ഷ, അതായത് ഇതിൻ്റെ ഡീറ്റെയിൽ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ പ്രതീക്ഷ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ദ വീഡിയോ. ഓക്കെ, കാരണം അവർക്ക് യൂസ്ഫുൾ ആവില്ല. കാരണം നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഉള്ള ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മുടെ DT8 Ultraനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലുക്ക് വൈസ് നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഇത് എത്രത്തോളം ക്യൂട്ടാണോ അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത് ഒറിജിനൽ സാധനമാണ് ഗൈസ്, ഒറിജിനൽ സാധനമാണ്. ഇതിൻ്റെ പല ഡ്യൂപ്പുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊന്നും വാങ്ങിയിട്ട് വെറുതെ ക്യാഷ് കളയണ്ട. ഇത് ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും, ഒറിജിനൽ സാധനം. ഓക്കെ, അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇത് എത്രത്തോളം ലുക്ക് ഉണ്ട് സംഭവം. ഈ ഒരു ബോക്സൊക്കെ കണ്ടില്ലേ നിങ്ങൾ, വേറെ ലെവൽ ബോക്സില്ലേ. ബാക്ക് ഡീസിന് കണ്ടോളി, ഫ്രണ്ട് ഒന്ന് കണ്ടോളി, ജസ്റ്റ് ഒന്ന് ഓക്കെ. എന്നിട്ട് വോ, സംഭവം നൈസാണ് കേട്ടോ. ഇതാണ് സംഭവം. നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് അതിൻ്റെ ബ്രാൻഡ് നെയിം ഇവിടെ എഴുതിയിട്ടുണ്ട്, MT8 Ultra. അതുപോലെ തന്നെ അതിൻ്റെ QR കോഡ്, നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂസർ മാനുവൽ. ഓക്കെ, നമുക്ക് വയർലെസ് ചാർജിങ് കേബിളാണ് വരുന്നത്. ഇതിൻ്റെ പാക്കിങ് അടിപൊളിയാണോ, എടുത്തു പറയാന്നുണ്ടെങ്കിൽ പാക്കിങ് സൂപ്പർ എന്ന് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ആണല്ലേ അത്രയും നീറ്റായിട്ടുള്ള ഭയങ്കര ക്യൂട്ട് പാക്കിംഗ് ആണ്, സംഭവങ്ങളാണ്. വയർലെസ് കേബിളല്ല വയർലെസ് കേബിള്, സ്ട്രാപ്പ് സംഭവം വേറെ ലെവൽ ലുക്ക് തന്നെ കേട്ടോ. സംഭവം അടിപൊളി, നല്ല ഒരു പെർഫെക്ഷൻ നീറ്റാണ് ഉള്ളത് പറയുന്നുണ്ടെങ്കിൽ. ഓക്കെ, സെയിം എന്ന് പറഞ്ഞാൽ സെയിം ഇതിൻ്റെ കോപ്പി ഉണ്ട് കേട്ടോ, സെയിം ഇതിൻ്റെ കോപ്പി ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ ഈ സ്ക്രൂവും അതുപോലെ തന്നെ ഇതൊക്കെ പക്കായിട്ട് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ സെയിം ഇതിൻ്റെ കോപ്പി ഉണ്ട് മാർക്കറ്റിൽ. എന്തോ ഒരു ഫ്രൂട്ട്സിൻ്റെ പേരാണ് അതിന്. ഓക്കെ, ഇത് കണ്ടില്ലേ നിങ്ങൾ, അത്യാവശ്യം നല്ല നീറ്റ് സാധനമാണ്, കുഴപ്പമില്ല, നല്ല കിടു സാധനമാണ്. നമ്മൾ ഇതിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവില് നമുക്ക് ഓൾമോസ്റ്റ് സെയിം ലുക്കാണ് വരുന്നത്. ഫ്രണ്ട് നോക്കുമ്പോഴേക്കും രണ്ടും ഓൾമോസ്റ്റ് സെയിം ലുക്കാണ്. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നൊരു മോഡലാണ്. പിന്നെ ഇത് യൂസ് വൈസിൽ എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ലൊരു മോഡൽ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ യൂസ് ചെയ്ത് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇത് ബാറ്ററി എത്രത്തോളം നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഓൾമോസ്റ്റ് ഇത് കമ്പനി പറയുന്നത്, അതായത് നമ്മൾ കണ്ടിന്യൂസ് നല്ല യൂസിങ് ചെയ്യാന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്നത് 5 days ആണ്. പക്ഷേ എനിക്കിത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ പറയാന്നുണ്ടെങ്കിൽ എനിക്കൊരു 4 days 3 days കിട്ടുന്നുള്ളൂ, ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുള്ളൂ. അതാണ് ഇപ്പോൾ എനിക്ക് ഇതിൽ കണ്ടിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. കാര്യം ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് 3 ആഴ്ചത്തെ റിവ്യൂ ആണ്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാണുന്നുണ്ടോ എന്ന് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത് നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഇത് നമുക്കൊരു ചെറിയൊരു ക്രീം കളറായിട്ടുള്ള എന്താ ഇപ്പോൾ ഇതിന് പറയാം, ആ ഒരു കളറായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എന്നാലും രണ്ടും ഓൾമോസ്റ്റ് സെയിമാണ്. പിന്നെ നമുക്കിതിൻ്റെ നമുക്ക് 4 സ്ക്രൂ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ ഇതിന് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ നമുക്ക് സ്ട്രാപ്പിൻ്റെ ആ ഒരു സ്ട്രാപ്പ് ഊരാനുള്ള ആ ഒരു ബട്ടൺ, എന്താ പറയുക, ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രാപ്പ് ഉണ്ടല്ലേ, അങ്ങനെ സംഭവം ഉണ്ട് അങ്ങനെ സംഭവം. അപ്പോൾ ഇതിനും അതുണ്ട്. ആ ഒരു ഡിഫറെൻറ്റ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ സ്പീക്കറിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടില്ലേ, ഇതിന് നമുക്ക് സ്പീക്കർ ചെറിയൊരു സ്പീക്കറായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിന് അത്യാവശ്യം ഒരു ലെങ്ത്ത് കൂടുതലുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബട്ടൺസ് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ഇതൊന്നും വലിയൊരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഡിസൈൻ വൈസ്, നമുക്ക് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേൻ്റെ അവിടെയുള്ള ആ ഒരു അലോയിൻ്റെ ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അതൊരു തിന്നായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ജസ്റ്റ് ഒരു തിൻ ലേശം കൂടുതലാണ്, അത്ര കണ്ട് തിന്നല്ല, എന്നാൽ ഒരു കനം എന്താ പറയുക, അതിനൊരു ചെറിയൊരു സൈസ് കൂടുതലുള്ളൊരു ഫീലുണ്ട്. ഡിസ്പ്ലേൻ്റെ ആ ഒരു ഫ്രെയിം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടില്ലേ
ആ ഫ്രെയിം സൈസ് ചെറുതായിട്ടൊന്ന് കൂടുതലാണ്. അതുപോലെ നമുക്കിത് രണ്ടും വരുന്നത് 49mm ആണ്. ആണ് കേട്ടോ, ഇഞ്ചല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇഞ്ച് പറഞ്ഞിട്ട് അല്ലോ എൻ്റെ പൊന്നോ എന്തൊക്കെ ബഹളമായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് ഒന്നുകൂടി കട്ട ഓറഞ്ച് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു കളറാണ്. ഇതൊരു ലൈറ്റ് ഓറഞ്ചാണ്. നിങ്ങൾക്ക് ആ കളറ് ക്യാമറയിൽ എത്രത്തോളം ഫീൽ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്നത് ഈ ഒരു ഡിസൈനാണ്, കണ്ടില്ലേ? ഈ ഒരു ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതാണ് സ്ട്രാപ്പിൻ്റെ ഒരു ഡിഫറൻറ്റ് വരുന്നത്. നമുക്ക് ഈ ഒരു വാച്ചിൽ വരുന്ന ഫങ്ഷൻസ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ, ഏതൊക്കെ ഫങ്ഷൻസ് ഉള്ളതെന്നുള്ളത്. എല്ലാവിധ സ്പോർട്സ് ആക്ടിവിറ്റീസും നമുക്കിതിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതാണ് മെയിനായിട്ട്. ഇപ്പോൾ അതിപ്പോൾ എല്ലാ വാച്ചുകളിലും നിങ്ങളിപ്പോൾ അത് പറയുന്നുണ്ടാവും ഇതൊക്കെ എല്ലാ വാച്ചിലും ഉള്ളതല്ലേ, ഇതെല്ലാ വാച്ചിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇത് ഇപ്പോൾ എല്ലാ മോഡൽസിലും ഇത് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോളിങ്ങിൻ്റെ ഫങ്ഷൻസ് പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമുക്ക് ഇത് ആൻഡ്രോയിഡിൽ അതുപോലെ തന്നെ iOS കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇത് നമുക്ക് രണ്ടിലും സ്യൂട്ടബിൾ ആണ്, ആൻഡ്രോയിഡിലും പറ്റും iOS-ലും പറ്റും. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നെയിം വരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആൻഡ്രോയിഡിലായാലും iOS-ലായാലും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ബട്ടൺസിനും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് നിലവിൽ 2 വാച്ച് ഫേസ് ഉള്ളതാണ്ടില്ല, അത് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേ കാണിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൈഡിലുള്ള ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് മ്യൂസിക് അല്ല, നമുക്ക് ഈ ഒരു ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ, ഡാറ്റ, ഹാർട്ട് റേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസ് കൂടാതെ നമുക്കിതിൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിൽ മോണിറ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഇപ്പോൾ നമുക്ക് എല്ലാ വാച്ചിനും വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ഫൈനൽ റിസൾട്ട് അല്ല, നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് ചെയ്യുന്ന പോലെ ഒരു ഫൈനൽ റിസൾട്ട് അല്ല. ഇത് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഇത് കണ്ടിട്ട് എൻ്റെ ഹാർട്ട് റേറ്റ് എത്ര ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നടക്കണ്ട. ഇത് ജസ്റ്റ് കാണിക്കുന്നുണ്ടെന്നുള്ളൂ. ഇത് അത്രത്തോളം ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നെസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ, സെറ്റിങ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കോളിങ് നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോളിങ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതിൽ മറ്റേ വാച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിതിൽ സീരി പോലെയുള്ള വോയിസ് കൺട്രോൾ സിസ്റ്റംസ് നമുക്കിതിൽ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് NFC കാര്യങ്ങൾ അതൊന്നും ഇതിൽ വരുന്നില്ല. ജസ്റ്റ് കോളിങ്, അതുപോലെ തന്നെ മറ്റെല്ലാ വാച്ചുകളിലുള്ള മോഡൽസിലുള്ള പോലെ തന്നെ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാം. വേറെ കൂടുതൽ ഫങ്ഷൻസ് ഒന്നും നമുക്കിതിലില്ല. ജസ്റ്റ് ലുക്ക് വൈസ് നമുക്കിത് അടിപൊളിയാണ്. അല്ല ഫങ്ഷൻ വൈസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല കാര്യമായിട്ട്. ജസ്റ്റ് ഞാനിതിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതിൽ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരു ഫങ്ഷൻസും കാര്യങ്ങളൊന്നും ഇതിൽ എക്സ്ട്രാ നമുക്കില്ല ഈ ഒരു മോഡലിൽ. ഇപ്പം നിലവിൽ നമുക്ക് ഈ 2 വാച്ച് ഫേസ് ഉള്ളൂ. ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ വാച്ച് ഫേസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ നിലവിൽ. ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. പിന്നെ ഈ ഒരു മോഡൽ ബാറ്ററി ബാക്കപ്പ് എത്ര കിട്ടും എന്നുള്ളത് ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാകും. കാരണം ഇങ്ങനെയുള്ള വാച്ചുകൾ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ബാറ്ററി ബാക്കപ്പ് അധികം കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇത് എത്ര എനിക്ക് കിട്ടുന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂസർ മാനുവലിൽ യാതൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല, ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതിൽ അതിൻ്റെ ആ ഒരു ബട്ടൺസിൻ്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വയർലെസ് ചാർജിങ്ങും പിന്നെ അത് ബ്ലൂടൂത്തുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് വേറെ റിവ്യൂ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 dirhams ആണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമുക്ക് മറ്റേ DT8 Ultraൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത് നമുക്ക് dirhams വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 120-130 dirhamsൻ്റെ ഉള്ളിൽ വരുള്ളൂ. അപ്പോൾ എന്നാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, Instagram ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ Instagram ഫോളോ ചെയ്യാം. മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടും. കാരണം താങ്ക് യു. Attention, spending that moolah. I'm a drop top in pockets, swolla.